ഹലോ ഗൈസ്, ഒരു കുട്ടി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഇഡലി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇഡലി തട്ടി കുറച്ച് എണ്ണ തൂത്തിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇഡലി വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളകി വരും. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ചേട്ടന് കൊടുത്തു. അത് കഴിഞ്ഞ് ലച്ചൂട്ട് എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക. ഇന്ന് മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ അരി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് തീ കത്തിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു. നല്ല തണുപ്പല്ലേ രാവിലെ. പിന്നെ അവൾക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു. സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഒരു സവോള കൊണ്ട് തന്നതിൻ്റെ സന്തോഷമാണ് ലച്ചൂട്ടിൻ്റെ മുഖത്ത്. അത് കഴിഞ്ഞ് അമ്മ അരി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വാർക്കുക. രാവിലെ തന്നെ കഞ്ഞിക്കലത്തിലൊരു മൽപ്പിടുത്തം നടത്തി. ഈ അടപലക വെച്ച് വാർക്കുന്ന എനിക്കത്ര വശമൊന്നുമില്ല, അതൊക്കെ അമ്മയാണ് സ്ഥിരം ചെയ്യുന്നത്. പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി അമ്മ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് പോയി. അപ്പോൾ സാമ്പാറും ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കും, അമ്മയ്ക്ക് ചെറിയ പനിയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ട്, അമ്മ ഇവിടെ നിൽക്കുക. ചേട്ടൻ വന്നു, കാപ്പിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. ചേട്ടൻ രാവിലെ വന്നപ്പോൾ ഓറഞ്ച് കൊണ്ടുവന്നു. അപ്പോൾ രണ്ടുപേരും ഓറഞ്ചും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. അച്ഛൻ വെളിയിരുന്നല്ലേ കഴിക്കുന്നത്, ഞങ്ങളും വെളിയിലിരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, ഞാനതെല്ലാം അലക്കി വിരിക്കുക. ഇപ്പോഴേ വിരിച്ചാലേ വൈകിട്ടാകുമ്പോൾ എല്ലാം ഉണക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകി വെച്ചു. ഞങ്ങളിവിടുത്തെ സിങ്ക് എന്ന് പറഞ്ഞാൽ അക്ഷയ പാത്രം, എത്ര കഴുകിയാലും പിന്നെയും പാത്രം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ എന്നെ കാണിക്കുക. എനിക്കൊന്നും മനസ്സിലാകത്തില്ല, എന്നാലും ചുമ്മാ നോക്കാമല്ലോ. അങ്ങനെ അതെല്ലാം കണ്ടു. പിന്നെ ലച്ചുവിന് സാലഡ് വേണമെന്ന് പറഞ്ഞ് സാലഡും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു കൊടുത്തു. ഒന്നോ രണ്ടൊക്കെ പറക്കി കഴിക്കും. പിന്നെ വെജിറ്റബിൾസ് അല്ലേ നല്ലതല്ലേ എന്ന് കരുതി ഒരഞ്ചാറിനൊക്കെ അരിഞ്ഞ് പറക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ തുണിയാണ് നിന്ന് മടക്കുന്നത്. എല്ലാം അലക്കി ഇടും. ഞായറാഴ്ചയാണ് നിന്ന് മടക്കി വയ്ക്കുന്നത്. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു കഞ്ഞിസദ്യ ഉണ്ടായിരുന്നു. അവിടുത്തെ കുഞ്ഞു കഞ്ഞിയപ്പന. അപ്പോൾ മലയ്ക്ക് പോകുന്നതുകൊണ്ട് അയ്യപ്പക്കഞ്ഞി ഉണ്ടാക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ അയ്യപ്പക്കഞ്ഞി എന്നാണ് പറയുന്നത്, വേറെയുള്ളിടത്തൊക്കെ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ പോയിട്ട് വന്നു, രണ്ടുപേരെയും കുളിപ്പിച്ചു ഒന്ന് ഉറക്കാമെന്ന് കരുതി. ഇന്നത്തെ ദിവസം രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു 4 മണിയോളം ആയി ഉറങ്ങാൻ നേരത്ത്. രണ്ടുപേരെയും തലയൊക്കെ തോർത്തെടുത്തപ്പോഴത്തേക്കും എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ലച്ചുവിന് തോളിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ലല്ലുവിനും എൻ്റെ തോളിൽ കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടുപേരും അപ്പുറം ഒക്കെ ഇട്ടു. അപ്പോൾ അമ്മ തുണിയെല്ലാം ഉണങ്ങിയതൊക്കെ പെറുക്കി അകത്ത് കൊണ്ടിടുക. അപ്പോൾ അമ്മ പറഞ്ഞു, ലച്ചുവിൻ്റെ അടുത്തും ലല്ലുവിൻ്റെ അടുത്തും പറഞ്ഞു, ഒരാൾ അമ്മമ്മയുടെ കൈ വാ, അമ്മമ്മ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, ഞായറാഴ്ച ആയതുകൊണ്ടല്ലേ ഇങ്ങനെ, നാളെ മുതൽ നിങ്ങളെയൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേന്ന്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടുപേരും അരമണിക്കൂർ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് വന്നു. പിന്നെ അവർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ ഇടുക. ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ലല്ലൂട്ടിന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ബ്രെഡ് ഇരുന്നു, അതിനെടുത്ത് നെയ്യൊക്കെ ഇട്ട് ബ്രെഡ് റോസ്റ്റായിട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് കയറി നിൽക്കുന്നതിന് ഞാൻ വഴക്ക് പറയുക. അത് കഴിഞ്ഞു. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പം സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ നല്ല കൊതുക. അങ്ങനെ വെളിയിൽ ഞാൻ പോയി അവിടുത്തെ കതകെല്ലാം അടച്ച് അകത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും ലച്ചൂട്ടൻ ഇരുന്ന് ചൊറിയുക, കൊതുക് അടിക്കുന്ന കാരണം. അങ്ങനെ അവൾ ആ ഉടുപ്പെല്ലാം താഴ്ത്തിയിടുക. ഞാൻ പിന്നെ ചന്ദനത്തിരിയൊക്കെ ഇരുന്നത് കത്തിച്ച് വെച്ചു. ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല കൊതുക. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. മുറ്റത്ത് കുറച്ച് ചെടികളുണ്ടായിരുന്നു. പകൽ നല്ല ചൂടും വെയിലും അല്ലേ, അപ്പോൾ ചെടികളെല്ലാം വാടി നിൽക്കും, അതിനെല്ലാം വെള്ളം ഒഴിച്ചു. പിന്നെ അകത്ത് വന്നിരുന്ന് കുറച്ച് നേരം ഒന്ന് TV ഒക്കെ കണ്ടു. പിന്നെ പൊന്നൂന് ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നൂനും ലല്ലുവിനും ഒക്കെ ചോറ് വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
അങ്ങനെ ചായ ഇട്ടു. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും കൊതുക് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളവിടെ തുണി അലക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ഡോറ് പോലെ ഉണ്ട്, അതൊക്കെ അടച്ചിട്ടിട്ട് അകത്തോട്ട് കയറി വന്നപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ കൊതുകടി കൊണ്ടിരിക്കുക. തലയൊക്കെ മാന്തി ചൊറിയുന്ന കൊതു അടിച്ചിട്ടാട്ടോ. ഇവിടെ ഭയങ്കര കൊതുക് ആ സന്ധ്യയാകുമ്പോൾ. അപ്പം കാല് ചൊറിയുന്നു, കൈ ചൊറിയുന്നു, തല ചൊറിയുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സെല്ലാം കൂടെ ഇങ്ങനെ